Good morning. Now we are going through the subject communication system, and in our previous class we have discussed the introduction of communication. Today we are going to study the modulation and what is the need of modulation. First of all, signal modulation. അപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷനകത്ത് ഒരു സെൻഡറും ഒരു റിസീവറും ഒരു ചാനലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തിനെയും അതുപോലെ സെൻഡറും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ രണ്ട് പാരാമീറ്ററും ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കാര്യം, നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കല്ലെടുത്ത് നമ്മൾ വളരെ സ്ലോ സ്പീഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ അത് എത്തില്ല. അതുപോലെ തന്നെയാണ് സിഗ്നൽസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും അതിന് സ്ട്രെങ്ത് കുറവാണ്, ഡിസ്റ്റൻസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം അപ്പുറത്തോട്ട് എത്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മോഡുലേഷൻ്റെ മീനിങ് എന്താ? ഒന്ന് മോഡുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക, ഇതാണല്ലോ. അപ്പം നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോഡുലേഷനിൽ എന്താണ് ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ modulation is the process of changing the parameter of carrier signal in accordance with the instantaneous value of modulating signal. അപ്പോൾ നമ്മൾ ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്കൊരു മെസ്സേജ് ഇവിടെ നിന്ന് അയക്കാനുണ്ട്. ആ ഒരു സിഗ്നലിനെയാണ് എന്ത് പറയല്? മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത്. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയാനായിട്ടില്ല, അതിന് നമ്മൾ മെസ്സേജ് സിഗ്നൽ എന്ന് പറയും. നമുക്ക് എന്താണോ അയക്കാനുള്ളത്, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അത് ഇച്ചിരി കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹയർ നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയുള്ള വേറൊരു സിഗ്നൽ എടുക്കും. അതിനെ നമ്മൾ കാരിയർ സിഗ്നൽ എന്ന് വിളിക്കും. ആ കാരിയർ സിഗ്നലിനകത്ത് ആക്ച്വലി മെസ്സേജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തായിരിക്കും? അതൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത്, ഹൈ ആംപ്ലിറ്റ്യൂഡ്, ഹൈ ഫ്രീക്വൻസി സിഗ്നലിന് കൺസിഡർ ചെയ്യാം. ആ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ വിത്തൗട്ട് മെസ്സേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെസ്സേജിനെ കൊണ്ടുപോകാനുള്ള, കാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? കൊണ്ടുപോവുക. നമ്മളുടെ മെസ്സേജിനെ കൊണ്ടുപോകാനുള്ള സിഗ്നലാണ് കാരിയർ സിഗ്നൽ. ആ സിഗ്നലിനകത്ത് ഇൻഫോർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളുടെ സിഗ്നലിനകത്ത് എന്തായിരിക്കും? മെസ്സേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മെസ്സേജ് വിത്ത് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും ഒരു പക്ഷെ. ആ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കാരിയർ സിഗ്നലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് പ്രോപ്പർ ഡെസ്റ്റിനേഷനിൽ വിത്തൗട്ട് ഡിസ്റ്റോർഷൻ നമുക്ക് നമ്മുടെ സിഗ്നലിന് എത്തും. അപ്പോൾ ഈ കാരിയർ സിഗ്നലുമായിട്ട് മിക്സ് ചെയ്യുന്ന നമ്മുടെ മെസ്സേജ് സിഗ്നലിനെയാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ആക്ച്വൽ സിഗ്നൽസിനോ ക്യാരക്ടറിസ്റ്റിക്സിനോ ഒരു മാറ്റവും വരാൻ പാടില്ല. അത് തന്നെ നമ്മളുടെ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാരിയർ സിഗ്നലിൻ്റെ ഹെൽപ്പ് എടുക്കുകയും ആ കാരിയർ സിഗ്നലിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അപ്പുറത്തോട്ട് നമ്മുടെ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. That means modulation is the process of changing the parameter of carrier signal in accordance with the instantaneous value of modulating signal. ഇനി സിഗ്നൽസ് ഇൻ ദ മോഡുലേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് മോഡുലേഷൻ പ്രോസസ്സിൽ നടക്കുന്ന സ്റ്റെപ്സ് എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, we have മെസ്സേജ് ഓർ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഏതാണോ നമുക്ക് മോഡുലേറ്റ് ചെയ്യേണ്ട സിഗ്നൽസ് അല്ലെങ്കിൽ മെസ്സേജ് കണ്ടെയ്നിങ് സിഗ്നൽസ്. The signals which contains a message to be transmitted is called message signal. It is a baseband signal which has to undergo the process of modulation to get transmitted. Hence it is also called modulating signals. As we said, ഒരു സിഗ്നലിനകത്ത് മെസ്സേജ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉള്ള സിഗ്നലിനെ നമ്മൾ മെസ്സേജ് സിഗ്നൽ എന്നും, ആ മെസ്സേജ് സിഗ്നൽ അപ്പുറത്തോട്ട് എത്തിക്കാൻ ചില മോഡുലേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയല്? എന്നിട്ട് അത് മോഡുലേഷന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. Then carrier signal നമ്മൾ പറഞ്ഞു, the high frequency signal which has a certain phase frequency and amplitude but contains no information is called carrier signal. It is an empty signal. It is just used to carry the signal to the receiver after modulation. നമ്മൾ പറഞ്ഞു, ജസ്റ്റ് നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ മെസ്സേജസോ ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ഒരു എംപ്റ്റി സിഗ്നലാണ്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. ഇതിനെയാണ് നമ്മൾ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. Then next, modulated signal.
The resultant signal after the process of modulation is called the modulated signal. അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ കാരിയർ സിഗ്നലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അയക്കുന്ന ആ ഒരു സിഗ്നലിനെയാണ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. This signal is a combination of modulating signal and the carrier signal. Then what is the need for modulation? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ മെസ്സേജിനെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സിഗ്നലിന് സഫീഷ്യൻറ്റ് ഫ്രീക്വൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വി ആർ ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് കാരിയർ സിഗ്നൽ. ഓക്കെ, അങ്ങനെ ഒരു കാരിയർ സിഗ്നൽ എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. The antenna used for transmission had to be very large if the modulation was not introduced. നമുക്കറിയാം ആന്റിനയുടെ ലെങ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു ആന്റിനയുടെ ലെങ്ത്തിനെ എഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി, ഡിസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മോഡുലേഷൻ സിഗ്നൽ ഉപയോഗിക്കാതെ ഈ ഒരു ലോവർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ സിഗ്നലിന് അപ്പുറത്തോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആന്റിനയുടെ സൈസ് കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സൈസ് ആയിരിക്കില്ല ഒരു പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ആന്റിനയുടെ സൈസ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെ നമുക്ക് ഡിസ്റ്റോർട്ടഡ് അല്ലാത്ത ഒരു സിഗ്നൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ മോഡുലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we can reduce the size of antenna and there is no signal mixing occurs. നമുക്കറിയാം ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ റേഡിയോ അല്ലെങ്കിൽ ചില ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ചില നോയ്സ് ഒക്കെ കേൾക്കാൻ പറ്റാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ചില സമയത്ത് ചില ചാനലിൽ റേഡിയോയിൽ നമുക്ക് പെട്ടെന്ന് വേറൊരു ചാനലിൽ ക്രോസ് ചെയ്ത് വരാറൊക്കെ ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള സിഗ്നൽ മിക്സിംഗ് ഒന്നും നമുക്ക് കുറെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് സിഗ്നൽ മിക്സിംഗ്, നോ സിഗ്നൽ മിക്സിംഗ് ഒക്കേഴ്സ്. കമ്മ്യൂണിക്കേഷൻ റേഞ്ച് ഇൻക്രീസസ്. കമ്മ്യൂണിക്കേഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര, അതായത് ഒരു വൈഡ് റേഞ്ചിൽ നമുക്ക് നമ്മുടെ സിഗ്നൽസിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ദെൻ മൾട്ടിപ്ലെക്സിംഗ് ഓഫ് സിഗ്നൽ ഒക്കർ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരിയർ സിഗ്നലും നമ്മുടെ മെസ്സേജ് സിഗ്നലും തമ്മിൽ മൾട്ടിപ്ലെക്സ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ ബാൻഡ്വിഡ്ത്ത് ഈസ് അലൗഡ്. ഓക്കെ, ദെൻ റിസപ്ഷൻ ക്വാളിറ്റി ഇംപ്രൂവ്സ്. റിസപ്ഷൻ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അയക്കുന്ന മെസ്സേജ് ഓൾമോസ്റ്റ് സെയിം ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റിസീവർക്കും ലഭിക്കും. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലേഷൻ. Then types of modulation. നമുക്ക് depending upon the modulation techniques used, modulation can be classified into many types. ഏത് തരത്തിലാണ് നമുക്ക് പല രീതിയിൽ നമ്മുടെ സിഗ്നൽസിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു എക്സാമ്പിൾ ആണ് ഫ്രീക്വൻസി മാറ്റിയിട്ടെന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മാറ്റിയിട്ടും ഫേസ് മാറ്റിയിട്ടും പല തരത്തിലും നമുക്ക് മോഡുലേഷൻ നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെക്നിക് മോഡുലേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ആൻഡ് പൾസ് മോഡുലേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ തന്നെ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ആംപ്ലിറ്റ്യൂഡ് modulation and angle modulation. Then angle modulation further classified into frequency modulation and phase modulation. Then coming to pulse modulation, it is also classified into digital modulation and analog modulation. The digital modulation further classified into pulse code modulation and delta. Then pulse code modulation also delta modulation. Then analog modulation can be classified into PAM, PWM and PPM. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മോഡുലേഷൻ ടെക്നിക്കും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം വാട്ട് ഈസ് മോഡുലേഷൻ, വാട്ട് ഈസ് ദ നീഡ് ഫോർ മോഡുലേഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലേഷൻ. ഓക്കെ.